ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് മറ്റേ ഡാമൊക്കെ നടന്നു നമ്മള് പണ്ട് പോയപ്പോ പിള്ളേരെ എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 40 കിലോമീറ്റർ. അപ്പം നമ്മളിന്ന് എന്താ പറയുക, ഒന്ന് പാലക്കാട് വരെയാണ് പോണത്. അപ്പം ഞാനിപ്പോൾ ഒറ്റക്കാണ്. ഇത് കണ്ടല്ലോ, നമ്മുടെ ക്യാമറ ബാഗും പുറകിൽ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഒറ്റക്കാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്. പുള്ളിക്കാരൻ അവനിപ്പോൾ മച്ചാനിപ്പോൾ എറണാകുളത്ത് നിൽക്കുവാണ്. രാകേഷ് എന്നാണ് പേര്. അപ്പോൾ ഇപ്പം നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് പോണത്. നമ്മളിപ്പോൾ അമ്മേനെ കാണാൻ അമ്മയുടെ ഹോസ്പിറ്റലിലാണ് വന്നിരിക്കുന്നത്. ആളെ നോക്കാം ഇവിടെ ഉണ്ടാകുന്നുള്ളത്. അമ്മ ഡ്യൂട്ടിയിലാണ്, ഇപ്പോൾ വരും. അപ്പോൾ അമ്മേനെ കണ്ടിട്ട് നമ്മൾ പോണതാണ്. ടാറ്റാമ, ഞാൻ പോയിട്ട് വരട്ടെ. ടാറ്റ. എന്നാ ഒരു ഉമ്മ തന്നേക്ക്. മാസ്കുമ്മ. ഞാൻ പോയിട്ട് വരാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇവിടെ ബഹളം ഉണ്ടാക്കാൻ പറ്റിയത് അമ്മയുടെ ഓഫീസല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. നേരെ നമ്മൾ എറണാകുളത്ത് ചെല്ലുന്നു, മച്ചാനെ എടുക്കുന്നു. നേരെ മച്ചാന്റെ ഫ്ലാറ്റിൽ നിന്ന് ഒറ്റവിടല് പാലക്കാട്. ഇപ്പൊ പാലക്കാട് ചെന്നിട്ട് എന്താ പരിപാടി? പാലക്കാട് സ്ഥലങ്ങളൊക്കെ മൊത്തം നമ്മൾ ഗ്രാമീണ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പിന്നെ നമ്മളപ്പോൾ കുണ്ടന്നൂർ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് മച്ചാൻ്റെ രാകേഷ് മച്ചാൻ്റെ ഫ്ലാറ്റിലേക്കുള്ള റൂട്ട് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ലൊക്കേഷൻ ഇടാനാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കണം. മച്ചാൻ്റെ സ്ഥലത്തേക്കുള്ള റൂട്ട് നോക്കിയിട്ട് നമ്മൾ നേരെ മച്ചാൻ്റെ ഫ്ലാറ്റിൽ പോയി പൊക്കുന്നു. പിന്നെ നമ്മൾ നേരെ പാലക്കാട്ടേക്ക് പോവുകയാണ്. പിന്നെ പാലക്കാട്ടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മച്ചാനാണ് ഏറ്റേക്കണേ. ഏതൊക്കെ സ്ഥലത്ത് പോകും, എങ്ങനെയൊക്കെ ആണെന്നുള്ളത് പുള്ളിക്കാരനാണ് ഏറ്റേക്കണേ. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും പോണ വഴിക്ക് നമ്മുടെ പ്ലാനുകളൊക്കെ ഞാൻ പറയാം. ആദ്യം നമുക്ക് പുള്ളിയുടെ ലൊക്കേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മച്ചാൻ്റെ അടുത്ത് ചെന്നിട്ട് കാണാം. ഹോ, അങ്ങനെ നമ്മുടെ മച്ചാൻ ഇതാ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടതറിയാമോ? അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എൻ്റെ മോനെ ഒരു ലൊക്കേഷൻ തന്നിട്ട് വോഡഫോൻ്റെ സിമ്മ് ഒരു രക്ഷയില്ല. പോർട്ട് ചെയ്യണമെങ്കിൽ അതിലേക്ക് പോർട്ട് ചെയ്യണം. നമ്മൾ ഇവിടെ ഇട്ട് അവരെ ഗൾഫിൽ ഓടിച്ചെത്തും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് സാധനമാണ്. അവിടേക്കത്തെ റേഞ്ച്. ഞാൻ അത് വിട്ട് വേറെ ദൂരത്തൊക്കെ ഓടിച്ചു പോയി. അപ്പോൾ നീ നമ്മുടെ മച്ചാനാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. പേര് പറഞ്ഞോ? രാകേഷ്. നമ്മുടെ മുഖം ഒന്ന് കാണിച്ചു. ഇനി കാണാനുള്ളതല്ലേ ഒരു 5-6 ദിവസത്തേക്ക്. ഇനി കുറേ ദിവസത്തേക്ക് കാണാനുള്ള. അപ്പം ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ എത്തുന്നത് പാലക്കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ എന്താണ് സുന്ദര കോമളമായ എങ്ങനെയാണ് പാലക്കാടിൻ്റെ ആളാണ്. പച്ചപ്പ് നിറഞ്ഞ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതാണ്. നമ്മളിപ്പോ എവിടെ എത്തി? അങ്കമാലിയിൽ എത്തിയിട്ടേ ഉള്ളു. എന്റെ അതിവിപുലമായിട്ടുള്ള പ്രധാനമന്ത്രി. ഈ വളിപ്പുറഞ്ഞ ഞാനല്ലേ. അയ്യോ അയ്യോ, ഇതിന്റെ ഉടമസ്ഥ. ഇത് മറ്റേ ഡാമൊക്കെ നടന്നു നമ്മള് പണ്ട് പോയപ്പോ. ഒരു ഡാമിൽ പോയില്ലേ നമ്മള്? ഡാമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും തകർക്കുന്ന ആളാ. പൊളിച്ചടുക്കിയൊക്കെയാണ്. അവിടെ എത്തേണ്ട താമസം. പിന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ഡാസ്റ്റ്. അത് ആരും കൊണ്ടുപോയി. അതാരോ കൊണ്ടുപോയി. അവസാനം നമ്മുടെ ബേബിനെ തന്നെ പുറത്തിറക്കേണ്ടി വന്നു. ഷീസ് വെരി കോസ്റ്റ്ലി. ഇപ്പൊ മോഡിഫൈ ഒക്കെ കൂടി ചെയ്താൽ ഏത് പരിവാകും. മോഡിഫൈ ചെയ്യണം. സാധനം കൊള്ളാലോ. പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്.
പാതിരാത്രിയുള്ള തുണ്ടോടൊക്കെ കണ്ടിട്ട് സത്യം പറയുമ്പോ ചിരിക്കുന്നു. അതങ്ങനെയല്ല, മറ്റേ ഒരു ടിക്ടോക്കിലെ മറ്റേ കൊച്ചുങ്ങളുടെ വീഡിയോ വൈറലായതല്ലോ. ടിക്ടോക്ക് നിരോധിച്ചില്ലേ? കണ്ടാ ആള് പെട്ടേ. പഴയ ടിക്ടോക്ക് ഡേയ്സാ ഞാൻ പറഞ്ഞത്. കൊറേ ആൾക്കാർ ഇങ്ങനെ ടിക്ടോക്ക് കളിച്ചാ നിരോധിച്ചത്. ഉണ്ടല്ല, നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പ്. കഴിക്കണം. കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. മസാല ദോശ കഴിക്കാം. ബിരിയാണി കഴിക്കാൻ എനിക്ക് ആഗ്രഹം. എനിക്ക് മസാല ദോശ. ബിരിയാണി മസാല ഈ ഒരു മഴ മൂഡോഫില് നല്ല നൈസായിട്ടുള്ള ഒരു മസാല ദോശയും ഒരു കട്ടൻ ചായയും. പിന്നെ ഞാനൊരു കേട്ടിട്ടുണ്ട്, ഈ ഒരു മഴ മൂഡില് നൈസായിട്ടൊരു ബിരിയാണി, ഒരു ചിക്കൻ പീസ്, ഒരു മുട്ട, നല്ല പറ്റിയത്. എന്താ അഭിപ്രായം? അത് കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം നല്ല ചൂട് പൊറോട്ടയും അതിലൊരു ബീഫ് റോസ്റ്റും. ബീഫ് റോസ്റ്റും ഒരു കട്ടൻ ചായ. അത് കറക്റ്റാണ്. അത് നോക്കാം. ഞാൻ ഇങ്ങനെ അവിടെയൊക്കെ കിടന്ന് നോക്കുമ്പോ ഇവിടെ വന്നിരിപ്പുണ്ട് കഴിക്കാനായിട്ട്. എന്ത് കഴിക്കണം? എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം, എന്നൊക്കെ കിട്ടുമെന്നുള്ളത്. ഈ എസിയിലിരിക്കണ്ടായിരുന്നു. കൊറോണ അടഞ്ഞിടക്കല്ലായിരുന്നു. കൊറോണ ഞങ്ങൾ പണ്ടൊരു തവണ ഇതുപോലെ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ തന്നെ മസാല ദോശയും എന്നിട്ട് ബിരിയാണിയും കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി കോംപ്രമൈസ് ആയിട്ട് പൊറോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയാളികളുടെ ദേശീയ ഭക്ഷണം പൊറോട്ട കീ ജയ് അല്ലേ? ഇപ്പം ഇവിടെ നിന്ന് അപ്പുറത്ത് അടിപൊളി സീനറി ഉണ്ട് കേട്ടോ. കാര്യം ഹൈവേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് അവിടെ നോക്കിയിരുന്ന് നമുക്ക് കഴിക്കാം. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മഴ പെയ്തിരുന്ന കളറായേനെ. ഇങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലും കളറായി. ഞാൻ കഴിച്ചില്ല, എനിക്ക് വിശക്കട്ടെ. കഴിക്കട്ടെ. വെറുതെ വേണ്ട, ഇവിടെയൊന്നും ആരുമില്ല, നമ്മൾ മാത്രം. ഓക്കെ, കഴിക്കട്ടെ കേട്ടോ. ദേ ഇപ്പം കട്ടൻ ചായ ഞങ്ങൾ ഇടിയിപ്പിച്ച് മേടിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, കട്ടൻ ചായ മേടിച്ച് നല്ല എരിവുണ്ട്. പെപ്സി ഭയങ്കര തണുപ്പ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ല മഴ പെയ്യുന്ന കാര്യം. അപ്പോൾ ദേ ഇപ്പം കണ്ട മഴ പെയ്ത് ഗ്ലാസ്സൊക്കെ ഒരു മാതിരിയായി, മഴയൊക്കെ പെയ്ത് സെറ്റായി, നല്ല മൂഡ്. കട്ടൻ ചായ കുടിക്കട്ടെ. നല്ല എരിവുണ്ട്. ചിക്കൻ മസാല ചിക്കൻ. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നിൽക്കുവാണ്. അച്ഛൻ ഫോൺ ചെയ്യേണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മഴയൊക്കെ പെയ്ത് ഒരു അടിപൊളി മൂഡായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി നേരെ മച്ചാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഇനി കാണുമല്ലോ. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോസൊന്നും അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ നേരെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ കൊച്ചുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നേരെ ഡ്രൈവ് ചെയ്ത് നമ്മൾ നേരെ അവിടെ ചെന്നിട്ട് മച്ചാൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിൽക്കണം. ഓക്കെ. ഓ ഗൈസ്, നമ്മൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലാണ് നിൽക്കണത്. കുതിരാനിലൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഭയങ്കര തണുപ്പ്. ഇപ്പോൾ മാസ്ക് വെച്ച് കണ്ണാടിയൊന്നും വെച്ചിട്ട് കണ്ണൊന്നും കാണാൻ പാടില്ലാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് മഞ്ഞാണ്, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തി. ചേഴ്സ് പിള്ളേരെ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 40 കിലോമീറ്റർ. പെട്ടെന്ന് എത്തും. 40 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിപ്പോൾ പാലക്കാട് ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാന്നോർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഫ്രണ്ടേ ഉണ്ട്. ഇവിടെ എൻ്റെ അക്ഷയ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലുണ്ട്. അവിടെ സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? എന്താവും, അവൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിതേ ചെന്ന് നോക്കി. ഞങ്ങളിതേ വെച്ച് വിട്ടോണ്ടിരിക്കുക പുറകെ.
നമ്മളിപ്പോ പാലക്കാടിന്റെ മണ്ണില് കാല് കുത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പാലക്കാട് പിള്ളേരാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എല്ലാരും ഒരു ഹായ് കൊടുത്തേ. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു മച്ചാന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാവരും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ മച്ചാൻ. നിന്റെയാണ് ബർത്ത്ഡേ. അപ്പൊ എനിക്ക് എല്ലാരെയൊന്നും അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ പോകെ എല്ലാരെയും പരിചയപ്പെടുന്നതാണ്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇപ്പൊ നമുക്ക് കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് നമുക്ക് നേരെ ആയുധം കൈമാറുന്ന ചടങ്ങിലേക്ക് നേരെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഫ്ലാഷ് അടിച്ച സഹായിച്ച ആള്. എന്താണ് ഈ ബർത്ത്ഡേനെ കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് പറയാനുള്ളത്? ജനിക്കണ്ടായിരുന്നു, വേണ്ടിയിരുന്നു, ജനിക്കണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോരട്ടെ. കൂട്ടുകാരുടെ ഇങ്ങനെയുള്ള സ്നേഹപ്രകടനത്തെ കുറിച്ച് ഒരിക്കലും പ്രതീക്ഷയില്ലല്ലോ. എനിക്ക് മറ്റേ ഷട്ടിടാവുന്ന മതിയായിരുന്നു. ഒരുപാട് ഇത് പുതിയ മുണ്ടാണ്, പുതിയ ഷർട്ടാണ്, മനസ്സിലായില്ലേ? തമാശ കളിക്കുക. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ സംസാരിക്കണം. നമ്മ അങ്ങനെയൊന്നുമല്ല, ഇവിടുത്തെ ലാംഗ്വേജ് ഇങ്ങനെയൊക്കെ. എന്താണ് എന്തെങ്കിലും പറഞ്ഞേ? അക്ഷയ് ഓടി രക്ഷപ്പെട്ട്. എന്തായാലും സന്തോഷായില്ലേ? അടുത്ത ബർത്ത്ഡേക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാനായിട്ടാണ്. താറാമൊട്ടൊക്കെ അടിച്ചവന്മാരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാൻ. മുത്തേ, നിന്നെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്, പക്ഷെ സോറിയടാ, സോറി. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ കുളിക്കേണ്ടതെന്നൊക്കെ ആലോചിക്കുമ്പോഴാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലേ ആശാനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ മച്ചാന്മാരെ, അപ്പം നമ്മളിതേ നമ്മുടെ മച്ചാൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ കൊച്ചിനെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി അമ്മയുടെ എന്തോ ഒരു പറയില്ല, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുക, ഒന്ന് നല്ലപോലെ ഉറങ്ങുക. എന്നിട്ട് നാളെ നേരെ നമ്മൾ രാവിലെ പോകും. നാളത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നാളെ കാണാം. ടാറ്റ, ഗുഡ് നൈറ്റ്. കാപ്പി കുടിച്ചാ എല്ലാവരും?